ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ 2025 വർഷം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു വർഷം മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ 2025 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ആ ഒരു ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വമ്പിച്ച ഒരു ഗ്രോത്താണ് കാണാൻ കഴിയുക. അപ്പോൾ അത് പ്രതിഫലിക്കുന്നത് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലാണ്. ഈക്വിറ്റി ഫണ്ടുകളിലും ഡെറ്റ് ഫണ്ടുകളിലും ഹൈബ്രിഡ് ഫണ്ടുകളിലുമൊക്കെ അതിശക്തമായ ഇൻഫ്ലോ ആണ് കഴിഞ്ഞ 2025 വർഷം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ചില കാറ്റഗറി ഫണ്ടുകൾ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ടും കാണാം. അപ്പോൾ 2025 ഒക്ടോബർ അവസാനം വരെയുള്ള ഒരു ഡാറ്റ പരിശോധിച്ചാൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 79.88 ലക്ഷം കോടിയാണ്. അപ്പോൾ ഈ ഡെറ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ കൂടാതെ ഈക്വിറ്റി ഫണ്ടുകളിലേക്കും ശക്തമായ ഒഴുക്കുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം പണം ഒഴുകിയെത്തിയത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലാണെന്ന് കാണാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ഫണ്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതുകൂടാതെ ആളുകളുടെ അച്ചടക്കത്തോടു കൂടിയുള്ള ആ ഒരു നിക്ഷേപത്തിന്റെ ആ ഒരു രീതി അത് കൂടുതൽ ആക്സെപ്റ്റബിൾ ആവുകയും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ സിപ്പ് അതിന്റെ ഒരു ഗ്രോത്തും അതിന്റെ റെക്കോർഡ് ലെവലിലേക്ക് ഈ ഒക്ടോബർ 2025 നമ്മൾക്ക് കാണാൻ കഴിയും. ഒക്ടോബർ മാസം 29,529 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് സിപ്പ് വഴി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് 2025 നോക്കുകയാണെങ്കിൽ ചില കാറ്റഗറികൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ചില കാറ്റഗറികൾ മൊത്തം നെഗറ്റീവ് ആണെന്നും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടോപ്പ് പെർഫോം ചെയ്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓവർസീസ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ 2025 ഈ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം 25% ഒരു റിട്ടേൺ ആവറേജ് നൽകിയതായിട്ട് കാണാം. എന്നാൽ അത്ഭുതകരമായ റിട്ടേൺ നൽകിയിട്ടുള്ളത് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിനേക്കാൾ കൂടുതൽ ഈ കമ്മോഡിറ്റി ETF ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഇപ്പോൾ സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ടും ഗോൾഡ് ETF ഫണ്ട് ഓഫ് ഫണ്ടും ഒക്കെ പമ്പിച്ച റിട്ടേൺ ആണ് നൽകിയത്. 100% മുകളിലുള്ള റിട്ടേൺ സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തീമാറ്റിക് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫണ്ടുകൾ, അതുപോലെ ഓട്ടോ സെക്ടറിലുള്ള ഫണ്ടുകൾ, ബാങ്കിങ് സെക്ടറിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഇത്തരത്തിലുള്ള തീമാറ്റിക് സെക്ടോറൽ ഫണ്ടുകളും ഒരു 10-13% നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകിയതായിട്ട് കാണാം. എന്നാൽ ഏറ്റവും മോശം റിട്ടേൺ നൽകിയിട്ടുള്ളത് ടെക്നോളജി ഫണ്ടുകളാണ്. അതുപോലെ ബ്രോഡ് മാർക്കറ്റിൽ ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ ഈ ടെക്നോളജി മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം 15% ഒരു ലോസ് നൽകിയിട്ടുണ്ട്. സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും ഇതേപോലെ 4% കൂടുതലുള്ള ഒരു ലോസ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോകളാണ്. അപ്പോൾ ഈക്വിറ്റി ഡെറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ, കമ്മോഡിറ്റിയുടെ കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് പ്രചാരം ഏറുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ ഏകദേശം 17% ഇത്തരത്തിൽ ഇൻഡെക്സ് ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ സെക്ടോറൽ ഫണ്ടുകളും മറ്റ് തീമാറ്റിക് ഫണ്ടുകളും ഒക്കെ ഒഴിവായിക്കൊണ്ട് ബ്രോഡ് മാർക്കറ്റിൽ ബെസ്റ്റ് പെർഫോം ചെയ്ത ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നിഫ്റ്റി 50യുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50 ഈ 2025 ജനുവരി 1 മുതൽ ഇതുവരെയുള്ള ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10.29% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അപ്പോൾ നിഫ്റ്റി 50 ആ ഒരു ഇൻഡെക്സ് മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ആണ്. അതെന്തായാലും FD റിട്ടേണിനെ ബീറ്റ് ചെയ്ത ഒരു റിട്ടേൺ നിഫ്റ്റി 50 നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ, ലാർജ് ക്യാപ് എന്ന് പറയുമ്പോൾ അതിൽ നിഫ്റ്റി 50 കമ്പനി അല്ലെങ്കിൽ ടോപ്പ് 100 കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുള്ളത് നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ DSP നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ് ആണ് 12.47% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്ത റിട്ടേൺ ആണ്. അതേപോലെ HDFC ഇവിടെ ഈക്വൽ വെയിറ്റ്, ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ്, അതുപോലെ SBIയുടെ തന്നെ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ്, UTIയുടെ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ്, ICICI പ്രൊഡൻഷ്യലിൻ്റെ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ്, ഇത്തരത്തിലുള്ള ഈക്വൽ വെയിറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നല്ല റിട്ടേൺ നൽകിയായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഈ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നിഫ്റ്റി 50യിൽ 50 കമ്പനികളാണുള്ളത്. ഈ 50 കമ്പനികളുടെ വെയിറ്റേജ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ HDFCക്കാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. അത് കഴിഞ്ഞ് ICICI ബാങ്ക്, റിലയൻസ് ഇതുപോലെയുള്ള സ്റ്റോക്കുകൾക്കാണ് ഏറ്റവും അധികം വെയിറ്റ് ഉള്ളത്. എന്നാൽ ഈക്വൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഈ നിഫ്റ്റി 50 കമ്പനികൾക്ക് അതിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചുള്ള വെയിറ്റേജോ നൽകാതെ എല്ലാ കമ്പനികൾക്കും 2% മാത്രം വെയിറ്റേജ് നൽകുന്ന നിഫ്റ്റി 50 ഫണ്ടാണ് നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ് ഫണ്ട്. അപ്പോൾ അവിടെ HDFCക്കും 2%
ITCക്കും 2%, റിലയൻസിനും 2%. ഇനി ഏറ്റവും നിഫ്റ്റി ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ സ്റ്റോക്കിനും അവിടെ 2% വെയിറ്റേജ് കൊടുക്കുക. എന്നാൽ മാർക്കറ്റ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ വെയിറ്റേജ് ഇൻക്രീസ് ആകുമ്പോൾ അത് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി റീബാലൻസിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തിലും 2% എന്ന ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ് മുന്നോട്ട് പോവുക. അപ്പോൾ 2025 ഇതുവരെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ലാർജ് ക്യാപ് ഫണ്ടുകൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിഫ്റ്റി 50യേക്കാൾ ബെറ്റർ റിട്ടേൺ ഇത് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം വരും വർഷങ്ങളിലും അതേ റിട്ടേൺ നൽകുമെന്നല്ല. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 തന്നെയാണ് നിഫ്റ്റി ഈക്വൽ വെയിറ്റ് ഇൻഡെക്സിനേക്കാൾ ബെറ്റർ റിട്ടേണും അതുപോലെ ബെറ്റർ ഡൗൺവേർഡ് റിസ്ക്കും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഹിസ്റ്റോറിക്കലി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റായിട്ടുള്ള മിഡ് ക്യാപ്പിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ആ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഇൻവെസ്റ്റ്കോ ഇന്ത്യയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ 7%. നിഫ്റ്റി 50യുടെ 10% താഴെയാണ്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മോട്ടിലാൽ ഒസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ഏകദേശം 30% കൂടുതലൊക്കെ റിട്ടേൺ നൽകിയിട്ടുള്ള ആ ഫണ്ട് ഈ വർഷം നൽകിയിട്ടുള്ള റിട്ടേൺ മൈനസാണ്, നെഗറ്റീവാണ്, -8.61% ആണ്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠം നൽകുന്നുണ്ട്. ഒരു വർഷത്തെ റിട്ടേൺ ഒരിക്കലും നമുക്ക് ഒരു ഫണ്ട് ചൂസ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടുകളുടെയും ഹിസ്റ്റോറിക്കൽ റിട്ടേൺ നമ്മൾ പരിശോധിക്കണം. ഒരു മിനിമം 3 വർഷത്തെ പെർഫോമൻസ് എങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഈ മോട്ടിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. എങ്ങനെയാണ് ഈ റിട്ടേൺ മാറി മറിയുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല റിട്ടേൺ നൽകിയ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ്. ബ്രോഡ് മാർക്കറ്റിൽ ഏറ്റവും ഈ വർഷം അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ളത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ടോപ്പ് റിട്ടേൺ നൽകിയ ഫണ്ടിന് പോലും മാക്സിമം 3% റിട്ടേൺ ആണ് നൽകാൻ കഴിഞ്ഞത്. അത് FDയെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ റിട്ടേൺ പോലും നൽകാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ പല ലീഡിംഗ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും 16% ലോസിലാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വസ്തുത സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എത്രമാത്രം റിസ്ക് നിറഞ്ഞതാണെന്നും, അങ്ങനെ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല റിവാർഡ് ഉണ്ടാവും. പക്ഷെ അതിന് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ മിനിമം ഒരു 7 to 10 ഇയേഴ്സിന് അബവ് ഒരു ടൈം ഹൊറൈസൺ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഇത് നൽകുന്ന പാഠം. ഇതേപോലെ മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ കാറ്റഗറി ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫണ്ട്. ഏറ്റവും അധികം AUM ഉള്ള ഒരു ഫണ്ട് കൂടിയാണത്. അതിൻ്റെ റിട്ടേൺ 7.85% ആണ് ഈ 2025 നൽകിയത്. എങ്കിൽ പോലും നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്യാൻ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നിവിടെ കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മറ്റൊരു പോപ്പുലർ ഫ്ലെക്സി ക്യാപ് ഫണ്ടായിട്ടുള്ള HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 11.17% റിട്ടേൺ ആണ് HDFC ഫ്ലെക്സി ക്യാപ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി ഈക്വൽ വെയിറ്റ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഈ രണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുടെയും പെർഫോമൻസ് ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടമൊന്നും നൽകിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് FDയെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നമുക്കറിയാം മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് ഗ്ലോബൽ ട്രേഡ് അൺസർട്ടനിറ്റി കാരണം വലിയ തോതിലുള്ള വോളറ്റിലിറ്റി നമ്മളെ മാർക്കറ്റിൽ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഈ പല ലീഡിങ് ഫണ്ടുകളും നെഗറ്റീവിലേക്ക് പോകാൻ കാരണം. അപ്പോൾ ഇനി നമ്മൾ 2026 പരിഗണിക്കാൻ പറ്റുന്ന ചില മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു വർഷത്തെ പെർഫോമൻസ് ഒരു മാനദണ്ഡമായിട്ട് എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് മാത്രം നോക്കിയാൽ പോരാ, ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് നമ്മൾ നോക്കണം. അപ്പോൾ മിനിമം ഒരു 3 വർഷത്തെ ഒരു റോളിംഗ് റിട്ടേൺ നോക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. അതായത് ഓരോ വർഷവും റിട്ടേൺ എത്രമാത്രം നൽകുന്നുണ്ട്. അല്ലാണ്ട് ഒരു വർഷം നല്ല റിട്ടേൺ നൽകിയിട്ട് അടുത്ത 3 വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകുന്നത് ഒരിക്കലും നല്ലൊരു മ്യൂച്വൽ ഫണ്ടല്ല. അതുകൊണ്ട് തന്നെ റോളിംഗ് റിട്ടേൺ ഓരോ വർഷവും എത്രമാത്രം ഡൗൺ അപ്പ് ആകുന്നുണ്ട് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ബിയറിഷ് ആകുമ്പോൾ വലിയ തോതിൽ താഴോട്ടേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ യഥാർത്ഥത്തിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകൾ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലാർജ് ക്യാപ് ഫണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഈക്വൽ വെയ്റ്റിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് ചിലപ്പോൾ അടുത്ത വർഷം ആ രീതി പെർഫോമൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഇൻഡെക്സ് ഫണ്ടുകളാണ് ഈ ലാർജ് ക്യാപ്പിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ. അത് നിഫ്റ്റി ടോപ്പ് 100 ആവാം, അല്ലെങ്കിൽ നിഫ്റ്റി 50യും നെക്സ്റ്റ് 50യും ആയിട്ടുള്ള മിക്സ് ആവാം, അതല്ലെങ്കിൽ ഈക്വൽ വെയിറ്റ് ആവാം.
എങ്കിലും കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് തന്നെയാണ് ഹിസ്റ്റോറിക്കലി മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുള്ളത്. അടുത്തൊരു കാറ്റഗറി ഫ്ലക്സി ക്യാപ് ഫണ്ടുകളാണ്. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന 2 ഫണ്ടുകളിൽ ഒന്ന് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ടും മറ്റൊന്ന് HDFC ഫ്ലക്സി ക്യാപ് ഫണ്ടുമാണ്. മറ്റൊരു കാറ്റഗറി മിഡ് ക്യാപ് ഫണ്ടിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസും റോളിംഗ് റിട്ടേൺസും അതുപോലെ ഡൗൺവേർഡ് പ്രൊട്ടക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടും കൊട്ടാക് മിഡ് ക്യാപ് ഫണ്ടുമാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈ റിസ്ക്കും ഹൈ വളറ്റിലിറ്റി ഉള്ള ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ ഷാർപ്പ് റേഷ്യോ മറ്റ് മ്യൂച്വൽ ഫണ്ട് റേഷ്യോകളൊക്കെ പരിശോധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ കഴിയുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും അതുപോലെ SBI സ്മോൾ ക്യാപ് ഫണ്ടുമാണ്. അതുപോലെ കഴിയുന്നതും നമ്മൾ ഏതെങ്കിലും പ്രത്യേക സെക്ടറിൽ ഇപ്പോൾ തീമാറ്റിക് മറ്റ് സെക്ടറൽ ഫണ്ടുകളിൽ കഴിയുന്നതും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ സെക്ടർ റൊട്ടേഷൻ എപ്പോഴാണ് അതിൻ്റെ ബുൾ റൺ അവസാനിക്കാൻ നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. അപ്പോൾ അത്തരം ഫണ്ടുകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ ഗോൾഡ് ആൻഡ് സിൽവറുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട് കഴിയുന്നതും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ETF-ൻ്റെ ഫണ്ട് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ETF-നും നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നു, ഫണ്ട് ഓഫ് ഫണ്ടിനും എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നു. അപ്പോൾ ഡബിൾ ആവുകയാണ് നമ്മളെ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ അതിന് പകരം നമുക്ക് ഗോൾഡിലോ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ETF ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മ്യൂച്വൽ ഫണ്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ പരാമർശിച്ചത് ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ, നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ ഇതൊക്കെ അസസ് ചെയ്തുകൊണ്ടാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.